ഈ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ കിടക്കുമ്പോഴേ പ്രശ്നം എന്താ അറിയോ സാർ? സംവിധാനങ്ങളാണ് മാറ്റേണ്ടത്. ജയിൽ സംവിധാനങ്ങൾ മാറ്റണം. പക്ഷേ എന്തിനാണ് 14 ദിവസം പുരുഷന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത്? സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. അങ്ങനെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയും ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. ലിംഗ വ്യത്യാസമില്ലാതെ അവകാശ സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വേണ്ടത്. ഇവിടെ കമ്മീഷനുകൾക്ക് കൊണ്ട് നിറഞ്ഞ് പിന്നെ ലൂപ്പ് ഹോൾ ഇട്ടിട്ട് ജനങ്ങളെ പുരുഷനും സ്ത്രീയെ ശത്രുതയാക്കുന്ന വനിതാ കമ്മീഷൻ വന്നതിന്റെ പിന്നിലെ ചരിത്രം നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ ഇവിടെ ഉണ്ടായി എന്നതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മെയിൽ സെന്റേഡ് സൊസൈറ്റിയുടെ ഭവിഷ്യത്തിന്റെ ഫലമായി സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചതിന്റെ പേരിലാണ് വനിതാ കമ്മീഷൻ വന്നിട്ടുള്ളത്. ആരും വിയോജിക്കുന്നില്ല മാഡം. അതേപോലെ പുരുഷനെതിരെ വ്യാജ പരാതിയും പുരുഷന്റെ പ്രശ്നങ്ങളും പുരുഷനെതിരെ വ്യാജ പരാതി എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കൊണ്ടുവന്നപ്പോൾ സ്ത്രീകൾ ജെന്യൂയിൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിന്റെ തരത്തിലുണ്ടാവുന്ന തെളിവുകൾ അതിനെ സുപ്രീം കോടതി വിളിച്ചത് ലീഗൽ ടെററിസമായി താന്നു പോകുന്നതാണ്. സുപ്രീം കോടതി വിളിച്ചത് നിയമത്തിന്റെ പേര് നിയമ തീവ്രവാദം, ലീഗൽ ടെററിസം. സുപ്രീം കോടതി പറഞ്ഞത് ഇത് ലീഗൽ ടെററിസമായി മാറുന്നതാണ്. കമ്മീഷനുകളെ എതിർക്കുന്നത് കമ്മീഷൻ വേണ്ടേ? വനിതാ കമ്മീഷനും വേണ്ട, മനുഷ്യാവകാശ കമ്മീഷനാണ് ഇവിടെ വേണ്ടത്. വനിതാ കമ്മീഷൻ വേണ്ട. ഒരു കാര്യം, അതായത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഈ ഗസ്റ്റ് ദ ജഡ്ജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കാര്യം ഇത് അറിയാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി പറയാണ് എന്തൊക്കെ സുഖസൗകര്യങ്ങൾ അവിടെ കിട്ടുക. 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്, പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യം തരുന്ന കാര്യത്തിൽ. ഈ ജയിലില് ഈ പണ്ടത്തെ പോലെ മറ്റേ എന്താ പറയണേ അരിയുണ്ടയോ സാധനങ്ങളും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഈ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ്. ആ സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം. ഈ എന്താ പറയണ ജയിലാണ്. വനിതാപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ജയിലിൽ കിടക്കുന്നതിന് ഒരു കാൽപ്പനികതയില്ല. അങ്ങനെ ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് 14 ദിവസം ജയിലിൽ കിടന്നാൽ മതി. അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് കിടക്കുമ്പോഴേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ പരാതിയാണോ? മാത്രമല്ല അല്ല, ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടത്തെ ജാതീയത, ഇവിടത്തെ വർഗീയത. അല്ല, പുരുഷന്റെ ആ മാനസികാരോഗ്യമാണോ നിങ്ങളുടെ വിഷയം? വേറൊരു വിഷയമല്ലേ? വർഗീയതയും പ്രശ്നമാണ്. 80% ജനത ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ഇഷ്യൂസ് ആണ്. അതായത് ക്യാപിറ്റലിസം പോലെയുള്ള കാസ്റ്റിസം പോലെയുള്ള സിസ്റ്റമിക് അല്ല. ടോട്ടലി ഡിഫറെന്റ് വിഷയമല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ? നിവിൻ പോളിയെ വേട്ടയാടിയില്ലേ? എത്രയോ പേരെ വേട്ടയാടി. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുന്നത് അന്യായമല്ലേ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കുമ്പോഴേ അതിന്റെ വേന അറിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.